CPM പ്രവർത്തകരോ അനുഭാവികളോ ആയ കൊലക്കേസ് പ്രതികൾക്ക് ജയിലിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന ആക്ഷേപം കുറേ കാലമായുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളും പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളും അടക്കം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ കേസുകളിലെ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോളും കസ്റ്റഡിയിൽ മദ്യസൽക്കാരം വരെ നടത്തി LDF സർക്കാരും CPM ഭരണം കൈയാളുന്ന ആഭ്യന്തര വകുപ്പും പലവട്ടം ആ വിധേയത്വം കാണിച്ചിട്ടുണ്ട്. കാസർഗോഡിനെ മാത്രമല്ല കേരളത്തെയാകെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരന് പരോൾ നൽകാനുള്ള തീരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവാദം. പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിക്കാണ് പോലീസ് റിപ്പോർട്ട് മറികടന്ന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. പരോൾ അനുവദിക്കരുത് എന്നും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. കർശനമായ ഉപാധികളോടെ, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കർശനമായ ഉപാധികളോടെയാണത്രേ പരോൾ. ആ ഉപാധി എന്താണെന്നല്ലേ? ബേക്കൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പീതാംബരനെ പ്രവേശിക്കാൻ പാടില്ല എന്ന്. വല്ലാത്ത ഒരു കടുപ്പം തന്നെ ഉപാധിക്ക്. കാപ്പ ചുമത്തി നാടുകടത്തുന്ന ക്രിമിനൽ കേസ് പ്രതികൾ പോലും പാത്തും പതുങ്ങിയും ഒളിച്ചുമൊക്കെ വീണ്ടും കടന്നെത്തുന്ന നാട്ടിലാണ് സ്റ്റേഷൻ പരിധിയിൽ കാലുകുത്തരുത് എന്ന് ഒരു കൊലക്കേസ് പ്രതിയോട് പറയുന്നത് എന്ന് ഓർക്കണം. 1 മാസത്തേക്കാണ് ഒന്നാം പ്രതി പീതാംബരന് പരോൾ അനുവദിച്ചത്. ഇത് ആദ്യമായൊന്നുമല്ല പെരിയ കേസിൽ ഒന്നാം പ്രതി പീതാംബരന് ജയിലിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. 2022 ഇയാൾക്ക് ആയുർവേദ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കിയത് വിവാദമായിരുന്നു. കഴിഞ്ഞില്ല. പീതാംബരനേക്കാൾ മുൻപ് പരോൾ നേടിയ മറ്റു 2 പേരുണ്ട്. അതും ഇതേ കേസിലെ തന്നെ പ്രതികളാണ്. കേസിലെ 2ാം പ്രതി സജി സി ജോർജ്, 7ാം പ്രതി അശ്വിൻ എന്നിവർക്ക് അടുത്തിടെ പരോൾ ലഭിച്ചിരുന്നു. മാത്രമോ 5ാം പ്രതി ഗിജിൻ ഗംഗാധരൻ, 15ാം പ്രതി വിഷ്ണു സുര എന്നിവരും പരോളിനായി അപേക്ഷിച്ചിട്ടുണ്ട്. അപേക്ഷ സർക്കാർ പരിഗണിച്ചു വരികയാണ്. വിഷ്ണു സുരയുടെ പരോൾ അപേക്ഷയിൽ ബേക്കൽ പോലീസിന്റെയും കൊല്ലപ്പെട്ട ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ രക്ഷിതാക്കളുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ട് സർക്കാരിന് അയച്ചിട്ടുമുണ്ട്. പരോൾ അനുവദിക്കരുത് എന്നാണ് രക്ഷിതാക്കളുടെ നിലപാട്. പരോൾ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നമാണ് എന്ന് ബേക്കൽ പോലീസും റിപ്പോർട്ട് നൽകിയതായാണ് വിവരം. മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഈ അപേക്ഷകളും സർക്കാർ അംഗീകരിക്കില്ല എന്ന് പറയാനാകില്ല. പെരിയ കൊലക്കേസിനോളവും അതിലിരട്ടിയും കേരള രാഷ്ട്രീയത്തെ അടിമുടി ഉലച്ച മറ്റൊരു കേസാണ് TP ചന്ദ്രശേഖരൻ വധം. CPM വിട്ട് RMP എന്ന പാർട്ടി രൂപീകരിച്ച TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിടിയിലായവർക്ക് CPMുമായി അടുത്ത ബന്ധമായിരുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ കൊടിസുനിയും കിർമാണി മനോജും ഷാഫിയും അടക്കമുള്ളവർക്ക് CPMുമായുള്ള ബന്ധം തെളിയിക്കപ്പെട്ടതാണ്. ഒപ്പം ഇവർക്ക് സഹായം നൽകിയതിന് പിടിയിലായത് CPM നേതാക്കളും. എന്നിട്ടും ഇടത് സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ പ്രതികൾക്കെല്ലാം നിർബാധം പരോൾ അനുവദിച്ചു തുടങ്ങി. കിർമാണി മനോജും ഷാഫിയും അടക്കമുള്ള പ്രതികൾ പരോളിലിറങ്ങി 1 വർഷത്തോളം പുറത്ത് നടന്നിട്ടും സർക്കാരിന് ഒരു കൂസലുമില്ലായിരുന്നു. വയനാട്ടിലെ റിസോർട്ടിൽ വെച്ച് ലഹരി പാർട്ടിക്കിടെ മാരക ലഹരി മരുന്നുകളുമായി കിർമാണി മനോജിനെ അടക്കം പോലീസ് പിടികൂടുന്നിടം വരെ കാര്യങ്ങൾ എത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 10 പ്രതികളാണ് ഉള്ളത്. ഇവർക്കെല്ലാം പ്രത്യേക പരിഗണനയിൽ പരോൾ ലഭിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പ് തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും പ്രതികൾ ജയിലിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാത്ത സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നടപടിയെടുക്കാനോ മറ്റോ സർക്കാരും തയ്യാറായിരുന്നില്ല. പല കാലങ്ങളിലായി ഇവർക്ക് പ്രത്യേക പരിഗണന വേറെയും ലഭിച്ചു. ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ പ്രതികൾക്ക് മദ്യപിക്കാൻ സുഹൃത്തുക്കൾ അവസരമൊരുക്കിയിരുന്നുവെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നത് അടുത്തിടെയാണ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ പോലീസ് സാന്നിധ്യത്തിൽ ഹോട്ടലിന് പുറത്ത് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ജിഷ്ണു, വൈശാഖ്, വിനീഷ് എന്നിവരെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ സുഹൃത്തുക്കൾ മദ്യം എത്തിച്ച് നൽകാറുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടുമുണ്ട്. ഉന്നത ഇടപെടലിനെ തുടർന്ന് എസ്കോർട്ട് പോലീസുകാർക്ക് ഇടപെടാൻ സാധിച്ചിരുന്നുമില്ല. കോടതിയിൽ ഹാജരാക്കി തിരിച്ചെത്തിക്കുമ്പോൾ ഇവരുടെ കൈവശമുള്ള ബാഗ് പരിശോധിക്കാറില്ലായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇതും ചട്ടലംഘനമാണ്. പുറത്തുനിന്ന് എത്തുമ്പോൾ പരിശോധിച്ച ശേഷമേ തടവുകാരെ ജയിലിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് ചട്ടം. ഇതാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. കേസിൽ പ്രതിയായിരുന്ന മരിച്ച TP കുഞ്ഞനന്ദനും ഇത്തരത്തിൽ ധാരാളം പ്രിവിലേജുകളും പ്രത്യേക പരിഗണനകളും ഏറെ അനുഭവിച്ചയാളാണ്. സാധാരണഗതിയിൽ പോലീസിന്റെയും ജയിൽ ഉപദേശക സമിതിയുടെയും റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പാണ് പരോൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. ഇവിടെ കൊലക്കേസ് പ്രതികൾക്ക് നിർബാധം പരോൾ ലഭിക്കുമ്പോൾ അത് CPMനെതിരെ വലിയ ജനരോഷം ഉയരാൻ കാരണമായിട്ടുണ്ട്. CPMാണ് ആഭ്യന്തര വകുപ്പിനെയും ജയിൽ വകുപ്പിനെയും നിയന്ത്രിക്കുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതൽ ശക്തമാണ്. ഈ ആക്ഷേപം കൂടുതൽ ശക്തമാകാനും ജയിൽ വകുപ്പിൽ CPM പാർട്ടി നിയന്ത്രണം എന്ന ജനങ്ങൾക്കിടയിലെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കാനും ആവർത്തിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ
കാരണമാകുകയും ചെയ്തു. പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കുന്നതിനെതിരെ കോൺഗ്രസിനും വലിയ പ്രതിഷേധമുണ്ട്.